ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2019. ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി 192-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിന്റെ കരുണ എത്രയോ വലുതാണ്. അനുഭാവവും അനുകമ്പയും അത് നീതിമാന്മാരോടെന്നതുപോലെ തന്നെ പാപികളോടുമുണ്ട്. ഇടറിപ്പോയവരോടും ഉലഞ്ഞുപോയവരോടും പരിക്കേറ്റവരോടും എല്ലാവരോടുമുണ്ട്. എന്തായാലും എന്നെയും ക്രിസ്തുയേശു പരിപാലിക്കുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇങ്ങനെ നിലനിന്നു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ചും ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി, യേശു എന്നെ പരിപാലിക്കുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. അത് ഗോതമ്പ് ചെടി പോലെയാണോ അതോ കളയേണ്ട കളകളെ പോലെയാണോ എന്നെ നിലനിർത്തുന്നതും പരിപാലിക്കുന്നതുമൊക്കെ? ഒരു സംശയത്തിന്റെ മുന ക്രിസ്തുയേശുവിലേക്ക് നീട്ടുകയല്ല, മറിച്ച് ഞാൻ സത്യത്തില് നിലനിൽക്കേണ്ട ഗോതമ്പ് ചെടിയാണോ അതോ തൽക്കാലം അവൻ എന്നെ നിലനിർത്തി പിന്നീട് പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് ഇങ്ങനെ ഒരുക്കി കൂട്ടാനിരിക്കുന്ന കളയാണോ ഞാൻ? സ്വയം വിലയിരുത്തേണ്ടതാണ്, വൃത്തിയായിട്ടൊന്ന് പരിശോധിക്കേണ്ടതാണ്, ആവശ്യമെങ്കിൽ പരിഹാരം തേടേണ്ടതാണ്. അതിങ്ങനെ ബാമ്പുരുട്ടി ഒന്ന് ചൂടുവെച്ചാൽ തീരാവുന്ന പ്രശ്നമാണെന്നും തോന്നുന്നില്ല. മിക്കപ്പോഴും ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും, സർജറി തന്നെ വേണ്ടിവരും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 30-ാമത്തെ തിരുവചനം എനിക്കും ബാധകമാണ്. രണ്ടും കൊയ്ത്തുകാലം വരെ വളരട്ടെ എന്ന് പറയുക. രണ്ടും ഏതൊക്കെയാ? ഗോതമ്പ് ചെടികളും അതിനിടയില് ശത്രു വിതച്ചിട്ട് പോയ കളകളുമാണ്. രണ്ടും കൊയ്ത്തുകാലം വരെ വളരട്ടെ. കൊയ്ത്തുകാലമാകുമ്പോൾ ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളാക്കാൻ പറയും. അവിടെയാണ് പ്രശ്നം. ഞാൻ കളയായിട്ടാണോ നിലനിൽക്കുന്നത്? ഈ നിലനിൽപ്പ് എന്റെ തന്നെ സ്വയം തീരുമാനമാണ് കേട്ടോ. എന്റെ ഇച്ഛയിലാണ്, എന്റെ ശാഠ്യത്തിലാണ്, എന്റെ രീതിക്ക് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതോ ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കാനായിട്ട് ഞാൻ ഒരു ഗോതമ്പ് ചെടിയാണോ? സ്വയം ഓരോരുത്തരും ഉത്തരം കണ്ടെത്തേണ്ടതും ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ഉത്തരം കൊടുക്കേണ്ടതുമായ വലിയൊരു ക്രമപ്രശ്നമാണ്. ദൈവം എന്നെ നിലനിർത്തുന്നുണ്ട്. അത് ഞാൻ ഗോതമ്പ് ചെടിയായിട്ടാണോ അതോ കളയായിട്ടാണോ എന്ന് സ്വയം ഒന്ന് കണ്ടെത്തണം. കണ്ടെത്തിയേ മതിയോ? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.